ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണറിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഹാലിഫാക്സിലേക്ക് പറക്കൂട്ടോ. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. 5:30-6 മണിയായപ്പോൾ എനിക്ക് റെഡിയായി കുളിച്ച് അതിന് ശേഷം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി വന്നപ്പോൾ ലഗേജ് എല്ലാം വെച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പം നമ്മുടെ ഡ്രൈവർ മലയാളിയായിരുന്നു. അപ്പം നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ, ആളായിട്ട് കഥകളൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിലേക്ക് പോണ വഴി കണ്ട സ്കൈ ആണ് കേട്ടോ ഇത്. അടിപൊളിയായിരുന്നു ആകാശം കാണാനായിട്ട്. ഫുള്ള് ഒരു വയലറ്റ് ഓറഞ്ച് ഒക്കെ കളറായിട്ട്. അങ്ങനത്തെ എയർപോർട്ട് എത്തി. ഇനി ലഗേജെല്ലാം ഇറക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർലൂ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്, കിച്ചണറിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ഇൻ ചെയ്തിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ ലഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, അവരും കൂടെ വരാനായിട്ട്. അവർ ഊബർ ബുക്ക് ചെയ്തെല്ലാം വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അവരുടെയും കൂടെ ലഗേജ് എല്ലാം അയച്ചതിന് ശേഷം ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൂടെയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി ഇരുന്നു. കുറച്ച് ടൈം എടുത്തു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ വരുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കധികം ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിൽക്കാനധികം ടൈം പാടില്ല, എന്നാലും ഞാൻ നിന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. പിന്നെ നിതിൻ ചേട്ടൻ്റെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കും വിമലിനും ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടോ. അപ്പം ഞാനും വിമലും വീണ്ടും ഒന്നിച്ചു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം പിന്നെ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഫുൾ ഉറക്കമായിരുന്നു, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കില്ല, വിമൽ ഉറങ്ങുമായിരുന്നു. ഞാനും കുറച്ച് നേരമൊക്കെ ഉറങ്ങി. അതിനുശേഷം എനിക്ക് വിശന്നപ്പോൾ ഫുഡ് വന്നു കേട്ടോ. ഈ ഫ്ലൈറ്റിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഫുഡ് വാങ്ങണം. അപ്പോൾ ഞാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നൂഡിൽസ് വാങ്ങി. ഞാൻ നൈറ്റ് അത്ര ഫുഡ് കഴിക്കാത്ത കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിമലും നൂഡിൽസ് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കിച്ചണറിൽ നിന്ന് ഒരു 2.75 മണിക്കൂറോ 2.5 മണിക്കൂറോ സംതിങ് ആണ് ഉള്ളത് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു. എടുക്കുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ചെവിയൊക്കെ പൊട്ടണ പോലത്തെ വേദനയായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ഹാലിഫാക്സ് വന്ന് ഇറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് പോകാം. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വണ്ടി എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ആൻഡ് ദെൻ നമ്മൾ ലഗേജ് എല്ലാം എടുത്തിട്ട് ഉള്ളിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ബസ് വരാനായിട്ട്. പിന്നെ ഈ ഹോട്ടലിലേക്കുള്ള ബസ് വരണം. നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. നമ്മുടെ ലഗേജെല്ലാം കയറ്റിയതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്.
അപ്പോൾ നമ്മുടെ ഡുണ്ടം ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആവേശത്തിലാണ്. അപ്പോൾ എല്ലാവരോടും വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ആൾ കഴിക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്താറായിട്ടാ. അങ്ങനെ നമ്മൾ ലഗേജെല്ലാം വണ്ടിയുടെ ബാക്കിൽ സെറ്റാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറേ ടൈം എടുത്തു. അങ്ങനെ വെച്ചിട്ട് അടയണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ പൊസിഷനിലെല്ലാം ചേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഏതോ ഹോട്ടൽ അടുത്തുള്ള ഞാൻ പോകാമെന്ന് വിചാരിച്ച് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിയൽ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് അടുത്തുണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മളപ്പോൾ അവിയൽ ഇന്ത്യൻ കിച്ചണിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്, അവിടെ മലയാളി സ്റ്റാഫുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആണ് അറിയുന്നത് അവിടെ ഡൈനിങ് ഇല്ല, ടേക്ക് ഔട്ട് മാത്രം ഉള്ളൂ എന്ന്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാൻ അത്യാവശ്യം കുറേ ടൈം എടുത്തു കേട്ടോ. കാരണം അവർ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്യണേന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം പോയി വീട്ടിലേക്ക്, ചേട്ടനും ചേച്ചിയൊക്കെ. കാരണം അവിടെ ഫ്ലോറിങ് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ വരുമ്പോഴേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അവർ പോയി. അപ്പം നമ്മളിതാ ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡ് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മളൊരു ചാട്ട് പറഞ്ഞു കേട്ടോ, സമൂസ ചാട്ട് പറഞ്ഞു. അങ്ങനെ അതെല്ലാവരും കൂടെ ഒരെണ്ണം പറഞ്ഞുള്ളൂ, അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ പരിപ്പുവട ഓർഡർ ചെയ്തു. പിന്നെ മാംഗോ ലസ്സി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടുത്തെ ടേസ്റ്റ് വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അയ്യാൻകുട്ടനെ കൊടുത്തു. അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചു അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം വാങ്ങി വീടെത്താറായിട്ടോ. അപ്പോൾ ഫുഡ് വാങ്ങാനൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ നേരം അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് നമ്മൾ പുറത്തു പോയിട്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടെത്താറായിട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. ഫുഡ് പാഴ്സലാണ് വാങ്ങിയത്. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തോടെ ട്രിപ്പ് കഴിഞ്ഞു. നാളെ തൊട്ട് എല്ലാവർക്കും ഇനി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.